ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എങ്ങനെയൊക്കെ മെഷർമെന്റ്സ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അഡൽട്സിന്റെ ട്യൂട്ടോറിയൽസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ ബേസിക് മെഷർമെന്റ്സ് എന്തൊക്കെ വേണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ ഷോൾഡർ മെഷർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ ഡ്രസ്സിൽ ഷോൾഡർ ലൈൻ എല്ലാം ഇറങ്ങിയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അതെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് കയറ്റി പിടിച്ച് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഷോൾഡർ ലൈനും ആ ഒരു വ്യക്തിയുടെ ബോഡിയുടെ ഷോൾഡർ ലൈനും കറക്റ്റ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് പിടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ടേപ്പ് വെച്ച് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ ടേപ്പ് ഇതേപോലെ വളച്ച് വെച്ച് എടുക്കരുത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കൂടുതലായിരിക്കും. അതല്ലാണ്ട് തന്നെ ടേപ്പ് ഇതേപോലെ നേരെ വെച്ചിട്ട് രണ്ട് ഷോൾഡർ പോയിന്റ് മുട്ടുന്ന രീതിയിൽ വാല്യൂ എടുക്കുക കേട്ടോ. അടുത്ത നമ്മൾ ആം റൗണ്ട് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൈ ഇതേപോലെ ഹിപ്പിൻ്റെ അവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ കൈക്കുഴി ഒന്ന് മെഷർ ചെയ്തെടുക്കുക. മെഷർ ചെയ്യുമ്പോൾ നമ്മൾ 1 ഫിംഗർ ലൂസിലായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. 1 ഫിംഗർ ലൂസ് എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസ് കൊടുക്കരുത്. നമുക്കറിയാലോ നമുക്ക് എത്ര കറക്റ്റ് പിടുത്തത്തിൽ വേണം എന്നുള്ളത്. അതേ രീതിയിൽ വെച്ചിട്ട് 1 ഫിംഗർ ഗ്യാപ്പിലായിരിക്കണം ആ ഒരു മെഷർമെൻറ്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ആം റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളൊരു 1 ഫിംഗർ ലൂസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനി അഡീഷണൽ ആയിട്ട് ആം റൗണ്ടിന് ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ട് ആണ്. അതിനായിട്ട് കൈ ഇതേപോലെ നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇതേപോലെ എടുക്കുക. അതും ഈ പറഞ്ഞതുപോലെ തന്നെ 1 ഫിംഗർ ലൂസിലാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതേപോലെ 1 ഫിംഗർ ലൂസിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബോഡിയുടെ ബാക്ക് സൈഡ് ടേപ്പ് ഇതേപോലെ താന്നൊക്കെയാണോ കിടക്കുന്നത് എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് നോക്കുക. ഒത്തിരി താന്നൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ അതിനൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ പിന്നെയും വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ടും എല്ലാം ഒരേ ലെവലിൽ 1 ഫിംഗർ ലൂസിൽ നമ്മൾ എടുക്കുക കേട്ടോ. എന്ന് പറഞ്ഞ് ഒത്തിരി മുറുക്കി എടുക്കരുത്. നമുക്കറിയാലോ നമ്മുടെ കംഫർട്ട് ഫിറ്റ് എങ്ങനെയാണെന്നുള്ളത്. ആ രീതിയിൽ എടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് ബ്രസ്റ്റ് റൗണ്ട് ആണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് വരുന്ന ആ ഒരു പോർഷനിൽ 1 ഫിംഗർ ലൂസിൽ നമ്മൾ ആ ഒരു വാല്യൂ മെഷർ ചെയ്ത് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവണ്ണമാണ്. അതായത് നമ്മുടെ നേവലിന് തൊട്ട് മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഇച്ചിരി ഷേപ്പായിട്ട് നിൽക്കുന്ന ഭാഗം, അതാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ 1 ഫിംഗർ ലൂസിൽ എടുക്കുക. ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ഹിപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചുരിദാറിലൊക്കെ ചെയ്യുമ്പം നമ്മുടെ സ്ലിറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ആവുന്നത് ആ ഭാഗത്തെ റൗണ്ട് മെഷർമെൻ്റ് ആണ് നമ്മൾ ഹിപ്പ് റൗണ്ട് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്ലീവ് റൗണ്ട് ആണ്. അപ്പം ഷോൾഡറിൽ നിന്ന് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് താത്തി വരുന്ന ഭാഗമാണ് മസിൽ റൗണ്ട് എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ മെഷർ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ എൽബോ റൗണ്ട്, അതായത് നമുക്ക് മുട്ടിൻ്റെ ആ ഭാഗം, അവിടുത്തെ റൗണ്ട് മെഷർമെൻ്റ് എടുക്കാം. പിന്നെ നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ റിസ്റ്റ് റൗണ്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല നമ്മുടെ കൈപ്പത്തിയുടെ വണ്ണം എടുക്കുന്നതായിരിക്കും ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യുമ്പം നല്ലത് കേട്ടോ. അതാകുമ്പം ഡ്രസ്സ് കയറ്റാനും ഇറക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ലെങ്ത് മെഷർമെന്റ്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ മസിൽ റൗണ്ട് എടുത്ത ഭാഗം എവിടെയാണോ ആ ഭാഗത്തെ ലെങ്ത് എടുക്കുക. അതേപോലെ തന്നെ എൽബോ സ്ലീവ് വരെയാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നതെങ്കിൽ ആ ഭാഗത്തെ ലെങ്ത് എടുക്കുക. അതല്ല ഇനി ഫുൾ സ്ലീവ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഭാഗത്തെ ലെങ്ത്തും അവിടം വരെ ഉള്ളതിൻ്റെ റൗണ്ട് മെഷർമെൻറ്റും എടുക്കുക. ഉദാഹരണത്തിന് എനിക്കിപ്പം ഹാഫ് സ്ലീവ് മതി ഒരു ചുരിദാർ ചെയ്യുന്നതിൽ. അപ്പം ഞാൻ ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഷോൾഡറിൽ നിന്ന് ഒരു 5 ഇഞ്ച് താത്തിയാണ്. അപ്പോൾ ആ 5 ഇഞ്ച് താത്തിയ ഭാഗത്തെ സ്ലീവിൻ്റെ റൗണ്ട് മെഷർമെൻറ്റും കൂടി എടുക്കുക. ഇപ്പം അതല്ല എനിക്കിപ്പം എൽബോ സ്ലീവ് വരെയാണ് ലെങ്ത് വേണ്ടതെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ എൽബോ വരെയുള്ള ലെങ്ത് എടുക്കുക. അപ്പോൾ ആ എൽബോ വരെ വരുന്ന ആ ലെങ്ത്തിൻ്റെ ആ ഭാഗത്തെ റൗണ്ട് മെഷർമെൻറ്റും കൂടി എടുക്കുക. അതല്ല ഇപ്പം നമുക്ക് ഫുൾ സ്ലീവ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഷോൾഡർ തൊട്ട് നമുക്ക് ഫുൾ സ്ലീവിന് എവിടം വരെയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് ആ ഭാഗം വരെ നമ്മൾ എടുക്കുക. എന്നിട്ട് ആ ഭാഗത്തെ റൗണ്ട് മെഷർമെൻറ്റും കൂടി എടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫുൾ സ്ലീവ് ഒക്കെ നമുക്ക് കൈപ്പത്തിയുടെ വണ്ണം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത് മെഷർമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡിയുടെ ലെങ്ത് മെഷർമെൻറ്റ്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് നോക്കുകയാണ്. അത് ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എവിടെയാണോ അവിടം വരെയുള്ള ലെങ്ത് നോക്കുക. അത് നമുക്ക് ചുരിദാറും ബ്ലൗസും ഒക്കെ ചെയ്യാൻ ഒത്തിരി
യൂസ്ഫുൾ ആണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത് ആണ് എടുക്കുന്നത്. നമ്മൾ എവിടെയാണോ വേസ്റ്റ് റൗണ്ട് എടുത്തത് ആ ഭാഗം വരെയുള്ള ലെങ്ത് മെഷർമെൻറ്റ്സും എടുക്കുക. അപ്പോൾ നമ്മൾ ലെങ്ത് മെഷർമെൻറ്റ്സ് എടുക്കുമ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കൈ നമ്മൾ ആ അണ്ടർ ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് ടേപ്പ് പതിപ്പിച്ച് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ദാ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കൈ വെച്ച് അമക്കുന്നുണ്ട്. ഒത്തിരി അമക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആളുടെ കൈ കൊണ്ട് തന്നെ ഷോൾഡറിൽ ആ ടേപ്പ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫുൾ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാവുന്ന കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ വേസ്റ്റും ഹിപ്പും ഫുൾ ലെങ്ത്തും എല്ലാം എടുക്കുക. ഈ ഒരു കാര്യം ശരിക്കും ഉപകാരം വരുന്നത് ഒത്തിരി ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടേപ്പ് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നതെങ്കിൽ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ലെങ്ത് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ബ്രസ്റ്റ് ഉള്ളത് കൊണ്ട് കയറിക്കിടക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അണ്ടർ ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തോട്ട് ടേപ്പ് ഒന്ന് പതിപ്പിച്ച് വെച്ചിട്ട് ഫുൾ ലെങ്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്. നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും ആദ്യം എല്ലാത്തിൻ്റെയും ലെങ്ത് മെഷർമെൻറ്റ്സ് എടുക്കുക. അതിനുശേഷം തന്നെ ആ ഭാഗത്ത് റൗണ്ട് മെഷർമെൻറ്റ്സും എടുക്കുക കേട്ടോ. ഞാൻ ഇതെല്ലാം ആദ്യം റൗണ്ട് മെഷർമെൻറ്റ്സ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, നമ്മുടെ കംഫർട്ടിൽ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി ഇതിൽ 1 ഫിംഗർ ലൂസിലാണ് എല്ലാ മെഷർമെൻറ്റ്സും എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൂസ് ഇടാണ്ടെയാണ് ഒരു ഡ്രസ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ്, അതായത് ഇച്ചിരി ഒന്ന് പിടിച്ചു വെച്ചുള്ള ഒരു ഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ലൂസ് ആഡ് ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് ലൂസൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കംഫർട്ട് ഫിറ്റിൽ കിട്ടും. അപ്പം ലൂസിങ് കൊടുക്കുന്ന എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് എന്തോരം ലൂസ് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ ആം റൗണ്ടിൻ്റെ കേസിൽ നമ്മൾ ഇനി അഡീഷണൽ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി 1 ഫിംഗർ ലൂസിലാണ് ആം റൗണ്ടിൻ്റെ വാല്യൂ എടുത്തിരിക്കുന്നത്, ആ വാല്യൂ തന്നെ കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്വയം തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഫുൾ ലെങ്ത് എടുക്കാൻ നേരം കുറച്ച് പാടായിരിക്കും അല്ലേ. നമുക്ക് മിററിൽ നോക്കിയാലും വാല്യൂസ് ഒന്നും പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ടൊരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ടേപ്പിനെ തിരിച്ചു വെക്കുക, അതായത് വാല്യൂ കൂടി കൂടി വരുന്ന ഭാഗം നമ്മൾ ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് വെക്കുക. അതിനുശേഷം നമ്മളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നുകൊണ്ട് ആ ടേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിപ്പം ലെങ്ത് കുറവാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ടേപ്പ് മുകളിലോട്ട് കയറ്റാം, എന്നിട്ട് ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അതല്ല ലെങ്ത് കൂടുതലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ടേപ്പ് കുറച്ചും കൂടെ നമുക്ക് താഴത്തോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഷോൾഡർ ടിപ്പിൽ വരുന്ന വാല്യൂ എത്രയാണോ അത് നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വയ്ക്കുക, എന്നിട്ട് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അവിടെ ഉള്ള ലെങ്ത് എടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത് എടുക്കാൻ നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേപ്പ് നമ്മൾ ഒരു അണ്ടർ ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തോട്ട് ഒത്തിരി പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ലെങ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് ഫുൾ ലെങ്ത് ആയാലും എല്ലാം അങ്ങനെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു വട്ടം തയ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളത്. ഇനി നമുക്ക് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ നേരത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് BP to BP, അതായത് ബ്രസ്റ്റ് പോയിന്റ് തൊട്ട് മറ്റൊരു ബ്രസ്റ്റ് പോയിന്റ് വരെ ഉള്ളതിൻ്റെ ഡിസ്റ്റൻസ്. അത് നമ്മൾ ബോഡിയിൽ എടുത്ത് നമ്മുടെ 2 ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ബാക്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടാണോ ടേപ്പ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഒരു 1 ഫിംഗർ ലൂസിൽ, അതായത് ഒരു ഫിംഗർ ടേപ്പിനുള്ളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു വാല്യൂ എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് റൗണ്ടും എടുക്കുക. എല്ലാ റൗണ്ട് മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ 1 ഫിംഗർ ലൂസിലായിരിക്കണം എടുക്കേണ്ടതെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് റൗണ്ട് എടുക്കുക. അതായത് നമുക്കൊരു ചുരിദാർ ചെയ്യാൻ നേരത്ത് നമുക്കതിൻ്റെ സ്ലിറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തെ റൗണ്ട് മെഷർമെൻറ്റ് ഇതേപോലെ 1 ഫിംഗർ ലൂസിൽ എടുക്കുക കേട്ടോ. ഇനി കൈക്കുഴിയുടെ വണ്ണമാണ്. അതും നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സെൽഫായിട്ടാണെങ്കിൽ ഇതേപോലെ ടേപ്പ് ഒന്ന് വെച്ചിട്ട് ഒരു ഫിംഗർ ഇച്ചിരി കയറുന്ന രീതിയിൽ, എന്നാൽ അത്യാവശ്യം ഒരു മുറുക്കമുള്ള രീതിയിലൊന്ന് മെഷർ ചെയ്ത് എടുക്കുക. ഈ ആം റൗണ്ടിനൊന്നും നമ്മൾ ഒത്തിരി ലൂസ് 1 ഫിംഗർ ലൂസാക്കി എടുക്കരുത്. അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ, എന്നാൽ ചെറുതായിട്ടൊരു ഫിംഗർ കയറുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ആം റൗണ്ടിൻ്റെ വാല്യൂ നോക്കാൻ കേട്ടോ.
ഒരു വട്ടം നമ്മളിതെല്ലാം നമ്മുടെ മെഷർമെൻറ്റ്സിൽ തന്നെ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഷോൾഡർ കൂടുതലാണെങ്കിൽ എനിക്കത് കുറവ് മതി, കുറച്ചാൽ മതി, അല്ലെങ്കിൽ ആം റൗണ്ട് ലൂസ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് കുറച്ചാൽ മതി എന്നൊക്കെയുള്ളത് ഒരു വട്ടം തയ്ച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മെഷർമെന്റ് ആണ്. ഇപ്പൊ ഷോൾഡർ എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിന്റെ ഷോൾഡർ ലൈൻ കറക്റ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. രണ്ട് ഭാഗത്തെയും ഷോൾഡർ ലൈൻ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മൾ കണ്ണാടിയിൽ തന്നെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ബോഡി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഒരു ഡ്രസ്സ് ഇച്ചിരി ഇറങ്ങിയാണ് കിടക്കുന്നത്, അത് കുറച്ചും കൂടെ കയറ്റി വെച്ചാലേ ആ ഒരു ഷോൾഡർ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ആ ഒരു ഡ്രസ്സ് പിടിച്ചു വെക്കുക. എന്നിട്ട് ആ രണ്ട് പോയിന്റും നമ്മൾ ഷോൾഡർ ഒന്ന് മെഷർ ചെയ്ത് എടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ഷോൾഡർ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ടേപ്പ് വെച്ച് വെച്ചിട്ട് ആ രണ്ട് പോയിന്റിന്റെ വാല്യൂ നമ്മളൊന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് മെഷർമെന്റ്സ് നമുക്ക് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഷോൾഡർ ഒക്കെ നമുക്ക് ഒരാളെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഇങ്ങനെയാണ് മെഷർമെന്റ്സ് എല്ലാം എടുക്കുന്നത്. ഇത് ഒരു വട്ടം എടുത്തു എന്ന് ചൊല്ലി നമുക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് വരില്ല. നമ്മൾ ഓരോ തവണയും മെഷർമെന്റ്സ് എടുത്ത് നമ്മൾ സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓരോരോ മാറ്റങ്ങൾ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.